ഷെവലിയാർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളത്തിന് ചൊവ്വൂരിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ ആദരം. 195, 196, 197 എന്നീ ബൂത്ത് കമ്മിറ്റികളാണ് അദ്ദേഹത്തെ ആദരിച്ചത്. ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് ഷെവലിയാർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളത്തിന് ഉപഹാരം സമർപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി ജോസഫ് പെരുമ്പള്ളി പൊന്നാട അണിയിച്ചു. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോർജ് ആൻഡോ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ, DCC ജനറൽ സെക്രട്ടറിമാരായ TK പൊറിഞ്ചു, KK അശോകൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ചേർപ്പ് സുവി സഹകരണ സംഘം പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സൈജു സായിറാം, സുജിത് കുമാർ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, VC സുലോചന, MJ വിൻസെന്റ്, പ്രദീപ് വലിയങ്ങോട്, അഡ്വക്കേറ്റ് ലിജോ കല്ലേരി, PJ എഡിസൺ, CM രഘു, ജോൺ ജി ആലപ്പാടൻ, പഞ്ചായത്ത് മെമ്പർ എൽവിയ ദേവസി, ജോസ് ചാക്കേരി, രാമൻ പൂത്തറക്കൽ എന്നിവർ സംസാരിച്ചു. സഹകരണ മേഖലയിൽ ദീർഘവർഷക്കാലം പ്രവർത്തിച്ച UDFന്റെ ചെയർമാനായിരുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ നയിച്ച, സഹകരണ ബാങ്കിനെ നയിച്ച, ദീർഘവർഷക്കാലമായി തൃശ്ശൂരിലെ ഏറ്റവും മികച്ച അഭിഭാഷകനായി മുന്നോട്ട് പോകുന്ന സൗമ്യ മുഖം കൂടിയായ പ്രിയങ്കരനായ ബിജുവയ്ക്ക് ലഭിക്കുമ്പോൾ അതൊരു നാടിനാകെ നമ്മുടെ പ്രസ്ഥാനത്ത് തന്നെ ലഭിക്കുന്ന ഒരു അംഗീകാരമാണ് എന്ന കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. നമുക്ക് ഒരുപാട് ബഹുമതികൾ ദിവസേന കാണുന്ന ആളുകളാണ്. പക്ഷെ ഷെവലിയാർ ബഹുമതി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന നടപടിക്രമങ്ങൾ 2 വർഷക്കാലം ഏകദേശം എടുത്താണ് അതിന്റെ പ്രൊസീഡിങ്സിലൂടെയാണ് അവസാനം ഷെവലിയാർ ബഹുമതി മാർപ്പാപ്പ ഏറ്റവും വലിയ അംഗീകാരമായി സഭയുടെ ഒരു പോരാളിക്ക് ഏറ്റവും മാന്യമായ മുഖത്തിന് നൽകുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോ ഒരാൾക്ക് അവാർഡ് തീരുമാനിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഇന്ന് മീറ്റിംഗ് കൂടും, ഇന്ന് തന്നെ തീരുമാനിക്കും, ഇന്ന് തന്നെ നോട്ടീസ് അടിക്കും, നാളെ കാലത്തിൽ അവാർഡ് കൊടുക്കും. പക്ഷെ ഇത് അത്തരത്തിലുള്ള എത്രയോ നാൾ 2 വർഷക്കാലമായി അതെല്ലാ തലങ്ങളിൽ നിന്നും ആളുകൾ സജസ്റ്റ് ചെയ്താലും കൃത്യമായി തന്നെ അന്വേഷണം നടത്തി ഏതാണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായി നിലവിൽ പ്രൊസീഡിംഗ്സിലൂടെ പത്മശ്രീ ഒക്കെ പ്രഖ്യാപിക്കപ്പെടുന്നു. ഒറ്റ ദിവസം പോയി പത്മശ്രീ പ്രഖ്യാപിക്കുക, അതിന്റെ അന്വേഷണം മറ്റും നടക്കുക. അതേപോലെ തന്നെ രാജ്യം ഒരാൾക്ക് പത്മശ്രീ നൽകി ആദരിക്കുമ്പോൾ നൽകുന്ന വലിയൊരു ആദരവുണ്ട്. അതേപോലെയാണ് കത്തോലിക്ക സഭ ഏറ്റവും പരമോന്നത ബഹുമതി ഷെവലിയാർ നൽകി ആദരിക്കുമ്പോൾ അത് ബിജുവക്കീലിനും നാടിനും ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് എന്ന കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ പൊതുജീവിതം നമ്മുടെ മുമ്പിൽ എല്ലാവർക്കും കാണാവുന്ന ഒരു കാഴ്ച തന്നെയാണ്.